ഒരു അയലക്കറി വെച്ചാലോ? അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി എടുത്തു. ചൂടാക്കി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണയിലേക്ക് കടുക് ഇട്ടു. കടുക് ഇട്ടതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കുക. അതിനുശേഷം നമുക്കൊരു 2 ടീസ്പൂണും മുളക് പൊടി അങ്ങോട്ട് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, 2-2.5 എങ്ങനെ വേണം ചെയ്യും. അപ്പോൾ നമ്മളൊരു 2-2.5 ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. ആവശ്യത്തിനെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചോളൂ. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാനുണ്ട്. ശേഷം നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് നമ്മൾ അയല കഷ്ണിച്ച് നമ്മുടെ പുളിയും ഉപ്പും ശകലം വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടാണ്. ഇനി അതിലേക്ക് നമ്മുടെ ഈ മുളക് നമ്മളിതാക്കി എടുത്തില്ലേ, അത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് തന്നെ ചേർക്കുകയാണ്. ഇങ്ങനെ ചേർക്കുന്നത് എന്നാന്ന് വെച്ചാൽ ചട്ടി നമ്മൾ മൺചട്ടിയാണ്, പൊട്ടിപ്പോവും. ചില മൺചട്ടികളൊക്കെ ഇപ്പോഴത്തെ പൊട്ടിപ്പോവും. നല്ല കളറൊക്കെ ആയില്ലേ. ഇനി നമുക്കത് നന്നായിട്ടത് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കാം. വാവ്, നല്ല അടിപൊളി മീൻകറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.